good morning everyone. Welcome back to my YouTube channel ആര്യ പാർവതി ഒഫീഷ്യൽ. ഞാൻ പതുക്കെ സംസാരിക്കുന്നത് അടുത്തടുത്തടുത്ത വീടുകളാണ്. വെറുതെ ആൾക്കാർ ഉണർത്തണ്ടെന്നല്ല, ഇവിടെ എല്ലാവരും നേരത്തെ എണീക്കും. പക്ഷെ വെറുതെ ഒരു പ്രഹസനമാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പതുക്കെ സംസാരിക്കുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടസ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഐ ആം അറ്റ് അമ്മൂമ്മാസ് പ്ലേസ്. ഞാൻ അമ്മയുടെ വീട്ടിലാണ്. ഞാനിവിടെ കുറച്ചല്ലേ ഇത്തവണ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരുന്നു. എനിക്കിഷ്ടമാണ് അവിടെ നിൽക്കാൻ. അപ്പം ഞാനിപ്പം അമ്മമ്മയുടെ വീട്ടിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വെറുതെ അമ്മമ്മക്ക് ഉണ്ടാക്കുന്ന കറികളൊക്കെ എന്തൊക്കെയാണെങ്കിലും പഴയ കറികളൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പീസൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അമ്മ അങ്ങനെ ഭയങ്കര അടിപൊളി റെസിപ്പിയൊന്നുമല്ല, പക്ഷേ ഇവിടുത്തെ ഉച്ചത്തെ ലഞ്ചും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ. ഇതിന് മാത്രം ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പാലു pre-KG പോകുന്നതിൻ്റെ അപ്ഡേറ്റ് തന്നിരുന്നു. പക്ഷേ എന്തായി എന്ന് എനിക്ക് ആരുടെ അടുത്തും പറയാനായിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പാലു ഇന്നലെ pre-KGയിൽ പോയി. അപ്പോൾ അച്ഛൻ നമ്മളെല്ലാവരും അത് കാണാനുള്ള ആകാംക്ഷയിൽ അച്ഛൻ്റെ അടുത്ത് വീഡിയോ കോളിലായിരുന്നു, അച്ഛനും അമ്മയൊക്കെ ആയിട്ട്. കാരണം അച്ഛൻ കൊണ്ടാക്കി, എന്നാലും അമ്മയ്ക്ക് കാണുമല്ലോ. സോ അമ്മ വീഡിയോ കോളുണ്ടായിരുന്നു. സോ അവർ കൊണ്ടാക്കുന്നത് വരെ നമ്മളും വീഡിയോ കോൾ ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു വീഡിയോ എടുത്ത് എനിക്ക് അയക്കണം. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു വ്ളോഗ് എടുക്കുമ്പോൾ അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് ഇവരെ എനിക്ക് കാണിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു ഇമോഷനിൽ നിന്നത് കൊണ്ട് ഇവള് പോകുന്നതും വരുന്നതും നമുക്ക് കാണാനുള്ളൊരു സെൽഫിഷ്നെസ്സും ഉണ്ട്, അങ്ങനെ വേണമല്ലോ പറയാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ വീഡിയോ കോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മാഡം പോകുന്നത് കുറച്ചും തിരിച്ച് വരുന്നത് നല്ലോണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നലെ പാലു pre-KGയിൽ പോയി. ഇന്നലത്തെ ഒരു വിശേഷം പറയുവാണെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സ്നേഹമുള്ള നല്ല ടീച്ചേഴ്സാണ് അവിടെ ഉള്ളത്. അവർക്ക് പിള്ളേരെ മാനേജ് ചെയ്ത് നന്നായിട്ട് അറിയാമല്ലോ. സോ അതുകൊണ്ട് ഇന്നലെ അവളവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ എന്താ പറയുക, ഒരു കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ തള്ളി എന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ അവർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, അതൊക്കെ പിള്ളേർ ശീലമായി മാറിക്കോളും. അതായത് തല്ലി ശീലമല്ല, എന്താ പറയുക, ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഇന്നലെ പാലു pre-KG പോയിട്ട് കൊച്ചിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ തള്ളിയിത്രേ. പക്ഷെ അപ്പം തന്നെ അവർ പറഞ്ഞു അത് ചേട്ടാ ഇന്ന് ചിലപ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് ആദ്യമായിട്ട് ആൾക്കാരെ കാണുന്നതും അങ്ങനെ കുറേ ശീലങ്ങൾ പാലുവിന് വന്നതുകൊണ്ടാണ് നമ്മളിത് ചേർക്കാം എന്ന് തന്നെ വിചാരിച്ചത്. സോ ഇനിയിപ്പം ഇന്ന് സാറ്റർഡേ സൺഡേ ആണ്, ഇനി മൺഡേ ആണ് പാലുവിന് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മൺഡേ പോകാനായിട്ട് ചിലപ്പോൾ ഒരു കരച്ചിലുണ്ടാവും. പിന്നെ അവൾക്ക് എന്തറിയാം സ്കൂളിൽ പോകണു അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള പ്രായം ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവർ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസം ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള കരച്ചിലുണ്ടാകും, ചിലപ്പോൾ ഇവിടെ നിന്ന് പോരാനുള്ള കരച്ചിൽ. പക്ഷേ പാലുവിന് തിരിച്ച് പോരാനായിരുന്നു ബുദ്ധിമുട്ട്. അപ്പം നിങ്ങൾ എന്തായാലും പാലു സ്കൂളിലേക്ക് ഒരുങ്ങി പോയതും വന്നതും ഒന്ന് കണ്ടിട്ട് വരൂ. ഭയങ്കര വലിയ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്താ പറയുക, സ്ക്രീൻ റെക്കോർഡിൽ നിങ്ങളെ കാണിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് ഓക്കെ. അപ്പോൾ കണ്ടിട്ട് വരും. അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് കാണാമല്ലോ, പാലുവാവ ഇത് പോകുന്ന വീഡിയോ ആക്ച്വലി ഇത് റെക്കോർഡായില്ല കേട്ടോ. അപ്പോൾ അച്ഛൻ തിരിച്ച് വിളിക്കാൻ പോയ വീഡിയോ. അപ്പോൾ നാളെ അമ്മ ചീത്ത പറയുന്നത് അച്ഛൻ റോട്ടിൽ കൂടെ അവളെ കൈ പിടിക്കാതെ നടക്കുന്നുണ്ട്. പക്ഷേ ചെറിയ വഴിയാണ്, വണ്ടികളൊന്നും വരില്ല കേട്ടോ. അങ്ങനെ ഓടി പിടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവൾ നടക്കുന്നത്. അപ്പോൾ ബാഗൊക്കെ തൂക്കി, ഇതാണ് ലൈറ്റൊക്കെ എത്തുന്ന ബാഗാട്ടോ. ഒരു കോഡ് സെറ്റ് ഇന്നൊക്കെ ചെയ്ത് ഷൂസൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങളുടെ കുഞ്ഞാവ പോയതെന്ന് സ്കൂളിൽ കണ്ടില്ല. ഇതൊക്കെയാണ് ഡിസിപ്ലിൻ അവിടെ നിന്ന് പഠിക്കുന്നത്. സ്റ്റാൻഡിൽ കറക്റ്റായിട്ട് ചെരുപ്പൊക്കെ കൊണ്ടുവച്ചു. അപ്പം അമ്മ തിരിച്ച് വരുമ്പോഴും തൊട്ടടുത്താണ്, എന്നാലും അമ്മ വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുക അവൾ തിരിച്ച് വരുന്നതും കാര്യങ്ങളൊക്കെ. അമ്മ ഇപ്പം തന്നെ ഡോറ് തുറക്കുന്നതായിരിക്കും. ഡോറ് തുറന്നാൽ അപ്പുറത്ത് പോയി നോക്കുകയാണ് അമ്മ ഉണ്ടോയെന്നൊക്കെ. അങ്ങനെ പാലുതെ ഷൂസ് അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് വീട്ടിലിടുന്ന ഷൂസൊക്കെ എടുത്തിട്ട് വന്നു. യെസ്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പാലു സ്കൂളിൽ പോയ വീഡിയോ. നമ്മൾ അവൾക്ക് അല്ലാതെ വാങ്ങിച്ചൊരു കോഡ് സെറ്റാണ്. അവിടെ ആക്ച്വലി യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാലു ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ഇതിലേക്ക് ഇപ്പോൾ ഉള്ള ബ്രിഡ്ജിലാണ്, അതാണ് ഓരോ സെക്ഷൻ്റെ പേര്. അടുത്തതിലേക്ക് പോകുമ്പോൾ എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു ഗ്രീൻ കളർ യൂണിഫോം പ്ലസ് ഗ്രീൻ കളർ, എനിക്കൊരു കോള് വന്നപ്പോഴത്തേക്കും കട്ടായതാണ്. അപ്പോൾ ഗ്രീൻ കളർ ടീഷർട്ടും ചെറിയ ഷോർട്ട്സോ സ്കേർട്ടോ അങ്ങനെ എന്തോ ആണ് എന്ന് പറഞ്ഞു. അപ്പം അതൊക്കെയാണ് പാലുവിൻ്റെ വിശേഷങ്ങൾ. അപ്പം അതുകൊണ്ട് അവർക്ക് ഇപ്പം യൂണിഫോം ഇല്ലയെന്ന് തോന്നുന്നു, അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഇപ്പോഴല്ല യൂണിഫോം, ഇതുകൂടെ കഴിഞ്ഞിട്ടുള്ള സെക്ഷനിലാണ്. UKG വരെയാണ് അവിടെ ഉള്ളത്. യൂറോ കിഡ്സ് എല്ലാവർക്കും അറിയാം. ഇപ്പം നിങ്ങൾ
pre-KG ഇപ്പോഴേ കുഞ്ഞുങ്ങളെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ നന്നാക്കാനല്ല, അവരെ ഒന്ന് സ്കൂളിലൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്തണം തോന്നുന്നുണ്ടെങ്കിൽ യൂറോ കിഡ്സ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഞാൻ ഒരുപാട് എന്താ പറയുക വീഡിയോസ് കണ്ടിട്ടുണ്ട്. അമ്മ പറയുന്നതിന് ശേഷമല്ല, ഇവരെ പോയി കണ്ടതിന് ശേഷം കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് കേട്ടോ അത്. അപ്പം നല്ല സെറ്റപ്പാണ് എല്ലാം കൊണ്ടും. പിള്ളേരെ അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പാലു എന്തായാലും ഷീൽ ബി വെരി ഹാപ്പി ഐ ഗെസ്. സോ അവളെ അങ്ങനെ സ്ട്രെസ് ചെയ്യിപ്പിക്കാൻ, ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ വരുന്നൊരു പ്രായമല്ലേ, പ്രായത്തിൻ്റെ അല്ല, എല്ലാവർക്കും ഉണ്ടാവും സെപ്പറേഷൻ ആൻസൈറ്റി. നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതൊരു 3 hours-നപ്പുറം, 3 hours തന്നെ എനിക്കറിയില്ല, അവർ കളിക്കുകയൊക്കെ ചെയ്യുന്ന പ്രായം കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും അവർക്കൊരു സെപ്പറേഷൻ ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 hours-ൻ്റെ മുകളിലൊന്നും പാലുവിനെ അവിടെ ഇരുത്താൻ എനിക്കും താല്പര്യമില്ല, അമ്മയ്ക്കാണെങ്കിലൊന്നും താല്പര്യമില്ല. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു രാവിലെ കുഞ്ഞുങ്ങളെ pre-KG സെക്ഷനിലേക്ക് വിട്ടിട്ട് അത് കഴിഞ്ഞിപ്പോൾ വർക്ക് ചെയ്യുന്ന അച്ഛനും അമ്മയാണെങ്കിൽ അവർ വൈകുന്നേരം വരെ ഡേ കെയറിലാക്കിയിട്ടും കൂടെ പോകുന്നവരുണ്ട്, അവർ ഡേ കെയറും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മ അതാ കുളിച്ചിട്ടൊക്കെ വന്നു. ഭക്ഷണം ഓൾറെഡി അമ്മമ്മ രാവിലത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉച്ചത്തെയാണ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഉച്ചത്തേക്കുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അമ്മമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ക്ലിപ്പിങ്സൊക്കെ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഷൂസൊക്കെ ഇപ്പോൾ ഓൾറെഡി ബാലുവിനുണ്ടായിരുന്നു. ബാഗ് നമ്മൾ വാങ്ങിച്ചു. പിന്നെ വാട്ടർ ബോട്ടിൽ എന്താ പറയുക, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഏത് വർഷം വന്നപ്പോഴാണ്, ഏത് സെമ്മിലാണെന്ന് അറിയാം, എനിക്ക് ലാസ്റ്റ് സെമ്മൊക്കെ ആയ സമയത്ത് എന്തോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന സമയത്ത് ഗലേറിയ മോളിൽ പോയിട്ട് പാലുവിന് മിനിസോന്ന് കുപ്പി വാങ്ങിച്ചു. നല്ല കുപ്പി, ഒരു മെറൂൺ കളർ ബോട്ടിൽ. നമ്മൾ പണ്ടത്തെ ഏതൊരു വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഫോട്ടോ ഞാൻ തപ്പിയിട്ട് ഞാൻ ഇവിടെ ഇടാം, വ്ളോഗിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ബാഗൊക്കെ തൂക്കി, ലൈറ്റ് കത്തണ ബാഗ് എങ്ങാണ്ടാണ്. അപ്പോൾ അതൊക്കെ തൂക്കിയാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിഫോം ഒന്നും ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കളർ ഡ്രസ്സൊക്കെ ഇടാം. എല്ലാം കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം പോയിട്ടുള്ളൂ, മൺഡേ ട്യൂസ്ഡേ അടുപ്പിച്ച് ആ ഒരു 1 week പോകുമ്പോഴാണ് നമുക്ക് പാലുവിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ. പാലു എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാനല്ല, അവൾ എങ്ങനെയാണ് ഇതൊക്കെ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ വരുന്ന 18-ാം തീയതി പാലുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മളൊരു വൃദ്ധസദനത്തിൽ 18-ാം തീയതി അല്ലേ കൊച്ചിൻ്റെ പിറന്നാൾ, അത് അങ്ങ് മാറ്റിയതല്ലേ ആഘോഷം. അപ്പോൾ 18-ാം തീയതിയാണ് പാലുവിൻ്റെ പിറന്നാൾ. അവൾക്ക് 2 വയസ്സാവുകയാണ്. അപ്പോൾ നമ്മളൊരു വൃദ്ധസദനത്തിൽ ആഘോഷമല്ല, അവിടുത്തെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർക്ക് 2-3 നേരത്തെ ആഹാരം കൊടുക്കാം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 18-ാം തീയതിയാണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ നാളൊക്കെ വെച്ച് നോക്കിച്ചപ്പം അവർ പറഞ്ഞു അന്ന് ആഘോഷം വേണ്ട, നമുക്കത് 25-ാം തീയതിയിലത്തേക്ക് നാളിനന്ന് മാറ്റമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 25-ാം തീയതിയാണ് അത് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ തൃപ്പൂണിത്തറ തന്നെയാണ് ഇപ്പം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിക്കത് അത് ഏത് വൃദ്ധസദനമാണെന്ന് കൺഫേം ചെയ്ത് ഞാൻ പേര് പറഞ്ഞിട്ടില്ല. 2-3 പൂർണ്ണശ്രീ അങ്ങനെ കുറച്ച് വിളിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും 25-ാം തീയതി എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ കൺഫേം ആയിട്ട് പറഞ്ഞതിന്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയത്തില്ല, കാരണം 2-3 സ്ഥലത്ത് വിളിച്ച് സംസാരിച്ചിരുന്നു നമ്മൾ. അപ്പോൾ അതിലേതാണ് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. വ്യക്തമായിട്ട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ അവിടെ പാലുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ അനുഗ്രഹം അവൾക്ക് ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അങ്ങനെ 3 നേരത്തെ ആഹാരം കൊടുക്കാം എന്ന് വ്ളോഗ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അത് നമ്മൾ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. അപ്പം പാലുവിന് അടുത്ത ആഴ്ച മുതൽ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ മാറ്റങ്ങളാണ് അവളിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ പാലുവിൻ്റെ സ്കൂളിൽ പോയി വന്നതിൻ്റെ വിശേഷങ്ങൾ. എന്നിട്ട് ക്ഷീണിച്ച് പാവം കിടന്ന് ഉറങ്ങി. ഇപ്പം ഭയങ്കര പാട്ടൊക്കെ ഇട്ട് ഡാൻസാണ്, നിറയെ പാട്ട് പാടും. ആകെ പാടുന്ന പാട്ട് അമ്മമ്മ കുളിച്ച് വന്നിട്ട്. ഹായ് അമ്മമ്മ. ഹായ്. പാലു സ്കൂളിൽ പോയില്ലേ അമ്മമ്മ, എന്താ പറയാനുള്ളത്? ഈ അമ്മമ്മയുടെ മുഖച്ഛായ പാലുവിനുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്താ അമ്മ സ്കൂളിൽ പോയിട്ട് അമ്മമ്മയുടെ ഒരു ഇമോഷൻ എന്താ അവളെ പോയപ്പോൾ? ഭയങ്കര സങ്കടമായിരുന്നു അത്രേ. അമ്മുമ്മയാണ് അമ്മുമ്മയാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. ഇവിടെ ഇവർ അച്ഛനും അമ്മയൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വാ അമ്മമ്മ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പോവാം. അമ്മുമ്മ ഇവിടെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അമ്മുമ്മയാണ് പറഞ്ഞത്, ഇങ്ങനെ യൂറോ കിഡ്സിൻ്റെ ഫ്രണ്ടിൽ അമ്മുമ്മ എപ്പോഴും ഇരിക്കുന്നൊരു വീടുണ്ട്, എപ്പോഴും പോകുന്ന. അമ്മമ്മയുടെ ഒറ്റയ്ക്കാണല്ലോ. അപ്പം മായ ചേച്ചിയുടെ വീട്ടിൽ അവരുടെ മരുമോളാണ് അമ്മമ്മ, കൊച്ചുമോൻ.
കൊച്ചുമോന് ഇങ്ങനെ അവിടെ യൂറോ കിഡ്സിലാണ് ചേർക്കുന്നത്. നമ്മൾക്ക് യൂറോ കിഡ്സ് ആണെന്നൊന്നും അറിയില്ലാന്ന് തോന്നുന്നല്ലേ, അങ്ങനെയാണോ അമ്മ പറഞ്ഞേ? പ്ലേ സ്കൂളെന്ന് അമ്മ പറഞ്ഞേ. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ആ കുട്ടിയുടെ അതേ യൂറോ കിഡ്സിൽ തന്നെയാണ് പാലും പോയിട്ടുള്ളത്. അപ്പം അമ്മയുടെയാണ് മാസ്റ്റർ ബ്രെയിൻ. പക്ഷെ അമ്മയ്ക്കൊരു 3 മണിക്കൂറത്തേക്കൊരു ചെറിയൊരു ആശ്വാസം. പക്ഷെ അമ്മയ്ക്ക് എല്ലാവർക്കും വിഷമാണ്. ഇന്നലെ ബാഗൊക്കെ തൂക്കി പോയി വന്ന കാണുമ്പോൾ വിഷമാ. പക്ഷെ നല്ല രസമുണ്ട്. അവിടെ പോയിട്ട് ഇന്നലെ ഒരു കൊച്ചിൻ്റെ മോനക്ക് ഇങ്ങനെ തള്ളിയിട്ടാ പോകുന്നത് അമ്മമ്മ. ഓക്കെ, അമ്മ ഇന്ന് ഉച്ചയ്ക്ക് എന്താവുമേ? പൈനാപ്പിൾ പുളിശ്ശേരി, മാമ്പഴ പച്ചടി. മാമ്പഴ പച്ചടിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണോ? അതൊന്നും എനിക്കറിയാൻ പറ്റില്ല. മാമ്പഴ പച്ചടി ഞാൻ വയ്ക്കും. പിന്നെ പാവയ്ക്കാത്തോരൻ. ഇത്രയും 3 സാധനങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. അതിനുമുമ്പ് നമുക്ക് എന്തെങ്കിലും ഖാന ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തട്ട് ദോശ. നമുക്ക് പോയി കഴിച്ചിട്ട്. അപ്പോൾ രാവിലെ നമുക്ക് ദോശ, സാമ്പാർ, ചമ്മന്തി, കട്ടൻ ചായ ആയിരിക്കും. കട്ടൻ ചായ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കഴിക്കാനുള്ളത് കേട്ടോ. കഴിക്കാം. നമ്മളെ തൃപ്പൂണിത്തുറ വീട്ടിലേ അങ്ങനെ ചായ കാപ്പി ഒന്നും ശീലമില്ല കേട്ടോ. അമ്മ എന്നെ ശീലിപ്പിച്ചിട്ടില്ല. പക്ഷെ അമ്മമ്മയുടെ വീട്ടിലും എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴും ഞാൻ ധാരാളം കാപ്പിയും ചായയും കുടിക്കും. അറിയില്ല. പിന്നെ രേവയിൽ പഠിക്കുന്ന സമയത്ത് അവിടെ മറ്റേ ഫുഡ് കോർട്ടിലൊന്നും ഞാൻ എപ്പോഴും പോകത്തില്ല. അവിടെ ഒരു മാഗി പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. മാഗി പോയിന്റിൽ പോയിട്ട് ഞാൻ കഴിക്കും, കോഫി കുടിക്കും. പക്ഷെ ഒരുപാട് കഫൈൻ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നമായ സമയത്ത് ഞാനത് പതുക്കെ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങളുടെ കച്ചേരിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ചമ്മന്തിയാണ്. അപ്പോൾ ദോശ ചമ്മന്തി എന്ന് പറയുമ്പോൾ എടുത്തോ, എനിക്ക് മുളകോ എടുത്തോ ആണെങ്കിലും കഴിക്കാം. ദോശ ചമ്മന്തി കൊള്ളാം. നമ്മളാദ്യം മറ്റേ ആദിത്യപുരത്ത് പോയില്ലേ ഉമ്മേ, അവിടുത്തെ ചമ്മന്തിയുടെ ടേസ്റ്റ് സൂപ്പർ. നാളെ ഗോതമ്പ് ദോശ. അരിമാവിരിപ്പുണ്ടോ? അപ്പോൾ ദോശ ഉണ്ടാക്കാം. നമുക്ക് രാത്രി ദോശ ഉണ്ടാക്കിയ പോരെ? ചോറ് ഒത്തിരി ഉണ്ടെങ്കിൽ ചോറ് മതി, ഇല്ലെങ്കിൽ ദോശ. അപ്പോൾ ദോശ മറ്റേ മുളക് ചമ്മന്തി ഉണ്ടല്ലോ, ദോശ മതി രാത്രി. അമ്മേ, നമ്മൾ ആദ്യം എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? പഴമാങ്ങ പച്ചടി. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നതാണോ? ഇത് നമ്മുടെ ഏത് സ്ഥലത്തെ ഡിഷാ? ഐ മീൻ എവിടുത്തെ? എല്ലായിടത്തും ഉണ്ടോ അത്? സദ്യകൾക്കൊക്കെ ഉള്ളതാ പച്ചമാങ്ങ പച്ചടി. പഴമാങ്ങ പച്ചടി. ഓക്കെ, പറഞ്ഞു തരുമോ ഇതെങ്ങനെയാണെന്ന്? പഴമാങ്ങ നല്ലോണം കഴുകി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ കട്ട് ചെയ്യുക. അതിനകത്ത് ഉപ്പ് ഇതുപോലെ പഴമാങ്ങ കട്ട് ചെയ്തൊരു മുളകും കൂടെ കട്ട് ചെയ്തിട്ട് ഉപ്പും കൂടി ഇടണം കേട്ടോ. ഉപ്പിട്ടു. അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി. ഇതിനകത്ത് തേങ്ങ അരച്ചൊക്കെ ചേർക്കുമോ? പിന്നെ തേങ്ങ അരച്ച് ചേർത്ത് ശർക്കരയും ചേർത്ത് നല്ലവണ്ണം കടുക് വറുക്കും. ഇപ്പോൾ മനസ്സിലായി. വെള്ളമില്ലാതെ എടുക്കണം. അത് എരിവ് പാടില്ലല്ലോ പഴമാങ്ങ പച്ചടി. എത്ര മുളക് ഉണ്ടാവും? അതൊരു മുളക്? 2 മുളക്. അപ്പോൾ പഴമാങ്ങ കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അത് കാരണം നമ്മൾ ഒത്തിരി ഉണ്ടാക്കി വെച്ചാൽ അത് കഴിക്കാൻ ആളും. അതെ, നിനക്ക് വേണം, നീ കൂട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. അപ്പം മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, 2 മുളക് അരിഞ്ഞിട്ടത്, പിന്നെ മാമ്പഴം, ഇച്ചിരി വെള്ളം കേട്ടോ.
ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കുന്നു. അമ്മമ്മ ഇതെടുക്കുന്നു. ഗ്യാസ് ഓണാക്കി. ഇതിനി നന്നായി തിളയ്ക്കണം അല്ലേ? തിളച്ചാൽ പോരാ, വേഗണം. അപ്പം അത് കുക്കറിൽ വെക്കാം. കുക്കർ വെച്ചാൽ നന്നായിരിക്കും. ഇത് ഇളക്കണ്ടേ അമ്മ? മുളക് പൊടി തിളക്കട്ടെ. ഓക്കെ, അപ്പം അടച്ചു വെച്ചു. അപ്പോഴേക്കും നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ചെയ്യുമ്പോൾ ഇതിന് അരയ്ക്കണം. അപ്പം ഇതിലേക്കുള്ള നമ്മുടെ പഴമാങ്ങ പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ്. അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, ശകലം ജീരകം. ജീരകം അമ്മമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മടിച്ചത്. പക്ഷെ ജീരകം ഇട്ടാൽ ടേസ്റ്റ് അമ്മമ്മേ. നമ്മൾ മറ്റേ ജീരകം ഒക്കെ അവിയലിനൊക്കെ ഇടുന്ന അമ്മമ്മയുടെ അതേ മകളുടെ അതേ സ്വഭാവം. മകൾ അമ്മ ഇടൂല ഒന്നും. ജീരകം ഇടുന്നത് ഉപയോഗിക്കുന്നത് എൻ്റെ മേമേ ഞാനും മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞൂടാ. മാമനും ഇഷ്ടമല്ല. മാമനും ഇഷ്ടമല്ല അല്ലേ? വീട്ടിലുണ്ടെങ്കിൽ ആ കൂട്ടം ഇങ്ങനെ കൈകൊണ്ട് തള്ളി മാറ്റും. ആണോ? മാമന് ഇഷ്ടമേ. അമ്മയ്ക്കും ഇഷ്ടമല്ല. അമ്മയ്ക്ക് ജീരകം, വെളുത്തുള്ളിയുടെ ടേസ്റ്റ്, മല്ലിയില അതൊന്നും ഇഷ്ടമല്ല. വെളുത്തുള്ളി വലിയ ഇഷ്ടമാണ്. ഇതൊന്നും കൂട്ടത്തില്ല. വെളുത്തുള്ളി ഇഷ്ടംമാതിരി കൂട്ടും. മുരട്ടിട്ടാനും വെളുത്തുള്ളി അരച്ച് വെച്ച് കൊടുത്താൽ രുചിയായിട്ടാ കൂട്ടുന്നത്. അപ്പൊ നമുക്ക് അരയ്ക്കാം. അതിനകത്ത് തേങ്ങ ജീരകം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ചേരുവകളൊക്കെ അതിനിട്ടിട്ടുണ്ട്. അതെ. ഒത്തിരി അരയരുത്, അരയും വേണം. സദ്യക്കൊന്നും പച്ചക്കറി അരിയത്തില്ല. പച്ചക്കറി സദ്യകൾക്കൊന്നും അരിക്കത്തില്ല. നമുക്ക് വേണം ശാകരം പച്ചക്കറി. ശാക്കര മനസ്സിലായില്ല. അതെന്തുവാ? കടുക് അരയ്ക്കുമ്പോ ചേർക്കുവോ? ശാക്കരം കടുകല്ലേ? എന്നുവെച്ചാ സദ്യക്ക് ഒന്നും ഉണ്ടാക്കുമ്പോ ഇതൊന്നും ചേർക്കത്തില്ല കേട്ടോ. കടുകൊന്നും ചേർക്കില്ല. ഇപ്പൊ വീട്ടുപയോഗം ആയതുകൊണ്ട്. എന്താ വ്യത്യാസം ടേസ്റ്റിൽ വരിക? ഒരു സ്വാദ് തന്നെ. ഇപ്പോൾ കുറച്ച് കടുകും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ മാമ്പഴം അവിടെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനകത്തേക്കുള്ള അരപ്പ് അമ്മ റെഡി ആയി കഴിഞ്ഞു. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. സമയമായി തിളയ്ക്കാൻ. വെന്തിട്ടുണ്ടോ നോക്കണം അല്ലേ? ഇനി ഇത് വേവാൻ അങ്ങനെ സമയമൊന്നും വേണ്ടല്ലോ മാം, പഴുത്ത മാമ്പഴമായതുകൊണ്ട്. വെള്ളം വറ്റണ്ട. ഇതിന് വെള്ളം വറ്റണം അല്ലേ? കൂട്ടിയിട്ടില്ലേ പച്ചടി സദ്യക്ക് വെള്ളം കട്ട പോലെ. അതാണിതല്ലേ? എന്താ എന്തെങ്കിലും വേണോ? ഓക്കെ, അപ്പം ഇതെങ്ങനെ ആവട്ടെ. ആ സമയത്ത് അമ്മമ്മ എന്താ അമ്മ ഇട്ടെ? വിളിച്ചു പോയി ഞാൻ. ആണല്ലേ? ശർക്കര പാനി ഒഴിക്കണമെന്നൊന്നുമില്ല അല്ലേ? ഒരു കഷ്ണം ശർക്കര അമ്മ ഇട്ട്. ഞാൻ പേടിച്ചു പോയി. അടിയിൽ നിന്ന് എന്നാണ്ട് എടുത്ത് വലിച്ചെറിഞ്ഞ ചുറ്റും കല്ലാണോ ഇടിക്കുന്നു. ഓക്കെ, അപ്പം ശർക്കര ഇട്ട് അടച്ച് വെക്കുന്നു. ഓക്കെ, അപ്പം അതവിടെ കിടന്നാവട്ടെ. അപ്പോഴേക്കും നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. പണിയുണ്ടല്ലോ. എന്താ പണി? ഏതാ? പൈനാപ്പിൾ പുളിശ്ശേരി അല്ലേ അമ്മ വെക്കണേ? ആണോ? പൈനാപ്പിൾ അല്ലേ? അതിലേക്ക് അമ്മ പൈനാപ്പിൾ അരിഞ്ഞിടുവാണ്. അതാകുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. വേവാൻ പാടാന്ന് അമ്മമ്മ പറയുന്നത്. അമ്മമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറികൾ എന്തൊക്കെയാ അമ്മ? പുളിശ്ശേരി, പാവയ്ക്ക തോരൻ. അപ്പം ഇന്ന് രായമയുടെയും കൂടെ ഇഷ്ടപ്പെട്ടതാണെല്ലാം. എൻ്റെ അതെ, പാവയ്ക്ക തോരനും ചോറും മാത്രമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്.
വേറെ ഒന്നും വേണ്ട. ഒന്നും വേണ്ട. എനിക്ക് എന്തെങ്കിലും തോരനുണ്ടെങ്കിൽ തോരൻ മാത്രം കഴിക്കണം. എനിക്കങ്ങനെ ചാറ് കറി ഒത്തിരി അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല. പൈനാപ്പിൾ പരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ, പരിയട്ടെ. അപ്പോൾ അടുത്തത് പൈനാപ്പിൾ മിക്സിയിൽ വെച്ച് അരയ്ക്കാൻ പോവാണ്. അരയ്ക്കാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യും. ആ സൂപ്പർ. കുറച്ചുകൂടെ കൂടിപ്പോയോ? ആ സാരമില്ല, അരഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. നമ്മളൊന്ന് ചമ്മിയിരിക്കുവാ, പക്ഷേ സാരമില്ല. ആ ഓക്കെ. അപ്പോൾ അതും റെഡിയായി. ഇപ്പം ഇതിലേക്കുള്ള ഇതും റെഡിയായി, അതിലേക്കുള്ള അതും റെഡിയായി. ഇനി എന്താ അമ്മമ്മേ? പൈനാപ്പിളിലേക്കുള്ളത്. വെള്ളം വറ്റിയാൽ മതി. വെള്ളം വറ്റിയിട്ടല്ലേ അപ്പം അതിടണ്ടേ അമ്മ? മിക്സായി പോകും. ഇതിന് ഫുള്ള് വറ്റണം അല്ലേ അമ്മ? വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമ്മൾ? ഓ, കടുക് വറക്കും അല്ലേ? ഞാനൊന്ന് ബാത്റൂമിൽ പോയി വന്നപ്പോഴേക്കും അമ്മമ്മ അത് വാങ്ങി വെച്ചു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കണില്ലേ അമ്മ? വേണ്ടേ? ലാസ്റ്റ് ആണോ ചെയ്യണേ? നല്ല മണം വരുന്നുണ്ട് ഗൈസ്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല മണം, അടിപൊളി. ഇതെന്താ ഉമ്മ? ഇതെന്തൊക്കെയാ ചെയ്തേ? പൈനാപ്പിള് പതുക്കെ പൊട്ടിച്ചെടുത്തത്, പിന്നെ വെള്ളം, പച്ചമുളക്, ഉപ്പ്. ഇത് പുളിശ്ശേരിയാണ് കേട്ടോ. ഇത് തൈരൊക്കെ വേണ്ടേ ഉമ്മ? ഇല്ല, അമ്മമ്മ ഉണ്ടാക്കുന്നോണ്ടേ വെറൈറ്റി ആണോന്ന് അറിയില്ലല്ലോ. എനിക്ക് ഈ കറി ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആ മുളക് പൊടി ഇട്ടതിന്റെ മുകളിലേക്ക് ഇപ്പം മഞ്ഞപ്പൊടി ഇടുക കേട്ടോ അമ്മ. സൂപ്പർ. ഇതിനമ്മ മറ്റേ ഇതിട്ടിട്ടുണ്ടല്ലോ, മുന്തിരിങ്ങ ഇട്ടല്ലോ. അണ്ടിപ്പരിപ്പില്ല. മാങ്ങയുടെ പുളി നല്ല മധുരമുണ്ട്. അത് ചോദിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. പൈനാപ്പിൾ അപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. മുളക്, പൈനാപ്പിൾ, വെള്ളം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ആപ്പിളിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് നല്ല രസമുണ്ട് കാണാൻ. ഓ, ഇത് നല്ല അടിപൊളിയായിരിക്കും അല്ലേ മമ്മി? നമുക്ക് പപ്പടവും കാച്ചിയാലോ? ആ പപ്പടം വേണ്ട, ഇതിൻ്റെ കൂടെ പപ്പടം വേണ്ട. നല്ല മണം വരുന്നുണ്ട് ഗൈസ്, ഇന്ന് അടിപൊളി. എൻ്റെ അമ്മ അവിടെ നിന്ന് കൊതി വിടും വീട്ടിൽ ഇരുന്ന്. ഇങ്ങനെയൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കണം. ഇതിനൊരു പ്രത്യേക മണം. ഈ മണം വേറൊരിടത്ത് വെച്ചാലും കിട്ടത്തില്ല. സത്യമായിട്ട് ഞാൻ വെറുതെ പറയുന്നല്ല, വീഡിയോയ്ക്ക് വേണ്ടി. നല്ല രസം. തൈര് ഒഴിച്ചില്ലായിരുന്നു? ഇത് കഴിഞ്ഞിട്ടാണോ? ആ അത് പറഞ്ഞില്ല. ഈ തൈരാട്ടോ ഒഴിച്ചത്. ഇത് നമ്മൾ ഉറച്ചതാ, മരക്കെട്ട് തൈരല്ലേ ഒന്ന്? ഇനി ആവശ്യമുണ്ടോ? പാടുമ്പോൾ പ്രിയതരമേതോ നൊമ്പരം ആമ്പൽ പൂവേ നിൻ ചുടിയിൽ. പാടില്ല കേട്ടോ, തിളയ്ക്കാൻ പാടില്ല. ആ തൈരായതുകൊണ്ടല്ലേ?
പിരിഞ്ഞു പോകും. മോരൊഴിക്കുമ്പോൾ ഒരു കൂട്ടാനും ആ അതെ, ഞാൻ ഉണ്ടാക്കുമ്പോൾ ഓഫ് ചെയ്തിട്ടാണ് ഇടാറ്. അപ്പോൾ എന്തിനിപ്പം വെക്കുന്ന ഓഫ് ചെയ്തൂടെ? ഓക്കെ, അപ്പോൾ നമ്മുടെ പുളിശ്ശേരിയും റെഡി അല്ലേ ഉമ്മ? ഇതിന് താളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇത്ര അല്ലേ ഉള്ളൂ. എല്ലാം താളിക്കണം. താളിക്കല്ല, കടുക് വറക്കുക. താളിക്കാന്ന് അമ്മ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞതാ. അമ്മ ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, എനിക്ക് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണോ. അപ്പോൾ കടുക് വറക്കും, ഇതിൻ്റെ കടുക് വറക്കണം, നമ്മുടെ മറ്റേ മധുരക്കറിയുടെയും പച്ചടിയുടെയും കടുക് വറക്കണം കേട്ടോ. അതും അമ്മമ്മ വേറെ പാത്രത്തിലേക്ക് മാറ്റുക. നമ്മൾ കടുക് വറക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ, നമ്മുടെ 2 കറികൾക്കും, നമ്മുടെ പുളിശ്ശേരിക്കും പച്ചടിക്കും. എന്താ വറ്റൽ മുളക്, കടുകൊക്കെ ഇല്ലേ അമ്മ? ആ പുളിശ്ശേരിക്ക് എന്താ ഒഴിക്കാഞ്ഞേ? അതിന് ഉലുവായിട്ട് വേറെ കടുക്. ആ എന്താവും അങ്ങനെ? ഉലുവ വേണോ അതിന്? ഇതിൻ്റെ കൂടെ ഉലുവ ഇടാൻ പറ്റുമോ? എനിക്കറിയില്ല അതിനെപ്പറ്റി. ഞാൻ അങ്ങനെ മോര് കൂട്ടാൻ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ല. മോര് കൂട്ടാനും മോര് കാച്ചി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. ആ പുളിശ്ശേരി ആണെങ്കിലും മോര് കൂട്ടാനാണെങ്കിലും മോര് കാച്ചതാണെങ്കിലും ഉലുവ ഇടണം. ആ ഉലുവ ഇടണം. ആ എന്തിനാ അമ്മ? ഉലുവയ്ക്കൊരു പ്രത്യേക സ്വാദല്ലേ. അണഞ്ഞിടാം ചിത്ര ഉലുവയും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടാണ്. യെസ്, സൂപ്പർ. ഇത് വൃത്തികെട്ട മാങ്ങിയ തൊലി അടിക്കാത്ത മാങ്ങ. തൊലി അലത്തണ്ടില്ലല്ലേ, ഇച്ചിരി കട്ടിയായി. അടിപൊളി. അങ്ങനെ 2 കറിയും നമ്മുടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അമ്മ ഒരു കറിയും കൂടെ വെക്കുന്നുണ്ട്. അതെന്ത് കറിയാ? പാവക്ക തോരൻ. അല്ല, പാവക്ക മെഴുക്കുവരട്ടി. തോരനാ? ആ നോക്കൂ ഗൈസ്, പാവക്ക തോരൻ ഇവിടെ റെഡിയായി. അല്ല, എല്ലാം അരിഞ്ഞു വെച്ചിരിക്കും അമ്മമ്മ. അപ്പോൾ അതിനകത്തേക്ക് അമ്മമ്മ എണ്ണ ഒഴിച്ചു. എന്നാ വേണ്ടേ? പച്ചമുളക് ഇടണമായിരുന്നോ? ഇത് സവാള, വെളുത്തുള്ളി, അല്ല പച്ചമുളക്, പിന്നെ ഇത് പാവക്ക അരിഞ്ഞ് വെച്ചതാ കേട്ടോ. പാവയ്ക്ക. ഓക്കെ, കടുക് പൊട്ടിക്കില്ലേ ഒന്ന്? അപ്പുറത്ത് എടുത്തിട്ടുണ്ട്. വേറെ ഇരിപ്പുണ്ടോ? കടുക് പൊട്ടി ഗൈസ്, പൊട്ടുന്നു ഗൈസ്. ഇതെന്തിനാ അമ്മ മുളക് പൊട്ടിയിരിക്കണേ? അതകത്തുകൊണ്ട് ആ മതിയായ. ആ ഈ പാവയ്ക്ക കുത്തി ഉപ്പ് പരട്ടി വെച്ചിരിക്കും കേട്ടോ. ആ ഉപ്പ് പുരട്ടി വെച്ചാൽ മറ്റേ കയ്പ്പ് കുറയും അല്ലേ? പറയാൻ വേണ്ടിയിട്ട്. ഇത് പുരട്ടി വെച്ചേക്കണോ അമ്മ? പിഴിഞ്ഞിടാൻ പോകണമെന്ന്. പിഴിഞ്ഞായിടണേ അല്ലേ? നല്ല കയ്പ്പ് വെള്ളം പോകുള്ളൂ. ഈ പിന്നെ പാവയ്ക്കയുടെ കയ്പ്പ് പറയാൻ മാങ്ങ ചെറുണ്ട്. കെട്ടുപോയോ? ഇല്ല, അതുണ്ടോ? ആ ഉണ്ട്, കത്തുന്നുണ്ട്. അപ്പം അമ്മ ഉപ്പിലിട്ട് വെച്ചാണ്, അത് ഞാനും കേട്ടിട്ടുണ്ട്. എന്നിട്ട് അത് പിഴിഞ്ഞ് ഇടുവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ആ കയ്പ്പ് അങ്ങ് കുറച്ച് മാറിക്കിട്ടും അല്ലേ ഒന്ന്? സവാള, പച്ചമുളക് ഇത്രയും ഇട്ടു ഇളക്കി കൊടുക്കാം. ഉപ്പ് പാവയ്ക്ക് ചേർത്തോണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. തേങ്ങ ഇപ്പോഴും ഇടേണ്ട ആവശ്യമുണ്ടോ ഒന്ന്? ആ ലാസ്റ്റ് അല്ലല്ലേ? വെള്ളത്തോന്നിട്ട് തേങ്ങ കടുവറക്കുമ്പോൾ ചേർത്താണ് കഴിക്കുന്നത്.
വെള്ളത്തോരനൊക്കെ കേട്ടല്ലോ. വെള്ളത്തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് അല്ല തേങ്ങ നമ്മൾ നേരത്തെ ചേർത്താണ് വയ്ക്കുന്നത്. ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒരു തരി ഇടാമെന്ന് അമ്മമ്മ പറഞ്ഞു. അമ്മമ്മ ഇപ്പം ഇടും കൈസ്, ഇപ്പം ഇടും. ഇട്ടൊരാജ പൊളിക്ക്. ആ മതി. വയറിലേക്ക് കിടക്കുമോ നമ്മൾ? വയറിലേക്ക് കിടക്കുമോ? അങ്ങനെ നമ്മുടെ തോരനും ആയിരിക്കുകയാണ് ഗൈസ്. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടെ കാണിച്ചു തരാം. യെസ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞു. അമ്മ ചെരുപ്പ് എടുക്കണമുണ്ട്. അത് കഴിഞ്ഞപ്പം നമുക്കിവിടെ അടുത്തൊരു അമ്പലമുണ്ട്, വെണ്ടിശ്ശേരി എന്ന് പറഞ്ഞിട്ട്. അവിടെ സുധി എന്ന് പറഞ്ഞ ചേട്ടനാണ് ശാന്തി എന്നൊക്കെ പറയുന്ന പോലെ, മേൽശാന്തി. അപ്പോൾ ചേട്ടനെ ഒന്ന് കാണാനും ഒക്കെ ആയിട്ട് ഞാനും അമ്മമ്മയും കൂടെ ഒന്ന് പോവുകയാണ്. അതൊന്നും കരിഞ്ഞപ്പം തോരൻ കരിയിച്ചോട്ടുള്ള വരവാണോ വരുന്നത്? ഇന്നലെയും പാവയ്ക്ക കരിയിച്ചില്ലേ? നിനക്ക് നാണമുണ്ടോ? ആ കൊടേ കയറി. അപ്പം ഞാനും അമ്മമ്മയും പുറത്തൊക്കെ പോയി വന്നു. വെറുതെ ഒന്ന് ഇവിടെയൊക്കെ കിടന്നു ഇരുന്നൊക്കെ കഴിഞ്ഞതേ ഭക്ഷണം നമ്മൾ വിളമ്പാനായിട്ട് പോവാണ്. അച്ചാറുണ്ട്, നമ്മുടെ പുളിശ്ശേരി ഉണ്ട്, പച്ചടി ഉണ്ട്, അമ്മമ്മ ഇന്നും കരിച്ച പാവയ്ക്കുണ്ട്, ചോറുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ്. കരിഞ്ഞില്ലേ? അപ്പോൾ അമ്മമ്മ കഴിച്ചു തുടങ്ങി, ഞാൻ കഴിക്കാൻ പോവാണ്. എല്ലാ കറിയും വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം നമ്മുടെ പുളിശ്ശേരി നന്നായിട്ട് കുഴയ്ക്കുക. എന്നിട്ട് പുളിശ്ശേരിക്ക് ആദ്യം എല്ലാം മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്യണം. കൊള്ളത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? പുളിശ്ശേരി കൊള്ളാം കേട്ടോ. പുളിശ്ശേരി കലക്കി. ആഹാ, എൻ്റെ ഫേവറേറ്റ്സ് ആണ്. പച്ചടിയിൽ തൊലിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുന്തിരിയും എല്ലാം കൂടെ വെച്ച് നമുക്കൊന്ന് കുഴച്ച് കഴിച്ച് നോക്കാം. ഇങ്ങനെ പച്ചടി വെക്കാന്ന് എനിക്കറിയില്ല. ഞാൻ മുന്തിരി വെച്ചിട്ടുള്ള പച്ചടി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പച്ചടി ആഹാ, ഒരു മാങ്ങയായിട്ടുണ്ട്. ഗൈസ്, ഇതൊക്കെയാണ് കറി. ഇപ്പം നല്ല ഒരു ഉച്ച ഊണ് എനിക്ക് സന്തോഷമായി ഗൈസ്. ഞാനിത് കഴിച്ച് തീർക്കട്ടെ.